അസ്സലാമലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സ്നാക്സ് കപ്പ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കപ്പ വെച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് ആരും പറയുകയില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ ഇത് വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കാൻ ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു കപ്പയാണ് കേട്ടോ. അപ്പോൾ 1 കിലോ വെയിറ്റുള്ള ഒരു കപ്പ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ അഴുക്ക ഭാഗങ്ങളൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കപ്പ തൊലിയെല്ലാം കളഞ്ഞിട്ട് അഴുക്ക പോർഷനൊക്കെ ഒന്ന് വെട്ടി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു ഗ്രേറ്ററാണ് ആവശ്യം. ഒരു പാത്രവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് വെച്ചിട്ട് ഈ ചെറിയ ഹോളുള്ള ഭാഗമല്ല, ഈ സ്റ്റാർ പോലുള്ള ഈ വലിയ ഭാഗത്ത് വെച്ച് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്കിതൊന്ന് ഈ ഭാഗത്ത് വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ സ്റ്റാർ പോലുള്ള ഭാഗമാണ് കേട്ടോ, അവിടെ വെച്ചാണ് നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ചീകി എടുത്തിട്ട് വരാം. ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് ചീകിയെടുക്കുക. അപ്പോൾ മൊത്തത്തിലൊന്ന് ചീകിയെടുത്തിട്ട് വരാം. അപ്പോൾ മൊത്തം ഞാൻ ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. വണ്ണം കൂടിയ മരിച്ചീനിയാണെങ്കിൽ ഒന്ന് 4ആയിട്ട് മുറിച്ചിട്ട് ഓരോ പീസ് കൊടുത്ത് ഒന്ന് ചുരണ്ടി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാം ആ ഹോളിൽ വെച്ച് തന്നെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പാലൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റുമാണ് ഇപ്പോൾ നമ്മുടെ കപ്പ. ഇനി നമുക്ക് ചെയ്യേണ്ടത് വേറൊരു കുഴിവുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി, ഒരു 1/4 ഭാഗത്തോളം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നിരടിയിട്ട് ഇത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയെ. അപ്പോൾ ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം. ഇതുപോലെ നമ്മുടെ കയ്യിൽ കൊള്ളാവുന്നത്രയും കപ്പ എടുത്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള എല്ലാം ചെയ്തിട്ട് വരാം. അപ്പോൾ മൊത്തം ഞാൻ അതിൻ്റെ കട്ടെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വീർപ്പവുമില്ല. അവസാനത്തെ ഞാൻ ഈ അരിപ്പയിൽ കൂടി ഒഴിച്ചിട്ട് അതും കൂടി കയ്യിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ പിഴിഞ്ഞെടുത്ത കപ്പയാണ് കേട്ടോ ഇത്. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ കപ്പ ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് ഞെവിടി ഒന്ന് കഴുകി അതിൻ്റെ കട്ടൊക്കെ കളയുമ്പോൾ കയ്പ്പൊന്നും കാണില്ല കേട്ടോ. അപ്പം നമ്മുടെ കപ്പ ഇവിടെ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മൈദാപ്പൊടിയൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മൈദാപ്പൊടിയൊന്നും ഇടാതെയും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മൈദാപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇത്തിരി കൂടി ഒന്ന് ഫിനിഷിങ് കിട്ടും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉപ്പും നമ്മളിട്ട മൈദാപ്പൊടിയും എല്ലാം കപ്പയുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. അത് കണക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു ഫില്ലിങ്സ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു മുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചീകിയ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം.
അതിനുശേഷം 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 3-4 ഏലക്ക ഒന്ന് തല്ലി ചതച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ശർക്കരയും ഏലക്കയും എല്ലാം തേങ്ങയുമായിട്ട് നന്നായിട്ട് മിക്സ് ആകുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ എടുക്കാം. ഇത് ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ, ഒരു ചെറിയ സൈസ് നാരങ്ങയുടെ വലുപ്പത്തിൽ ബോളുകളാക്കി എടുത്തതിന് ശേഷം ഒന്ന് കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉള്ളൊന്ന് കുഴിച്ചെടുക്കണമേ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയും ശർക്കരയുടെയും ഫില്ലിങ്സ് ഇല്ലേ, അത് ഇതിലേക്ക് കുറച്ചെടുത്ത് വെച്ച് കൊടുക്കുക. 1 ടീസ്പൂണോളം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ തുറന്നിരിക്കുന്ന ഭാഗങ്ങൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ആക്കി കവർ ചെയ്തെടുക്കുക. ഹോളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉരുട്ടിയും കൂടി എടുക്കാവേ, ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ബോളാക്കി എടുക്കാവേ. ഇത് അവസാനത്തതാണ് കേട്ടോ. അതിൽ ഞാൻ കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗമെല്ലാം ഒന്ന് മൂടി ഒന്ന് ഹോളൊന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കയ്യിൽ വെള്ളയിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പ കൊണ്ടുള്ള സ്നാക്സിന് വേണ്ടിയുള്ള ബോളുകളെല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു അലുമിനിയം ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ ഞാനൊരു 5-6 വെച്ച് ഒരു പ്രാവശ്യവും ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണമേ. ഒരു 30 സെക്കൻഡൊക്കെ ആകുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു പുറം മൂത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് പുറവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ പിന്നെ നമുക്കൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ഒരേപോലെ ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടി നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഇട്ട് 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. ഇതാ ഒരു പുറം നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ആ ഭാഗം കൂടി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് എല്ലാ ഭാഗവും ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം. തീ കൂട്ടി വയ്ക്കരുത് കേട്ടോ. തീ കൂട്ടി വയ്ച്ചാൽ പെട്ടെന്ന് എണ്ണയിൽ പുക കയറാനും നമ്മുടെ കപ്പ കൊണ്ടുള്ള ഈ സ്നാക്സ് പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതുക്കെ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ഇത് നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് കോരിയെടുക്കാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം.
ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ. ഇത് അവസാനത്തെ ബോൾസ് ആണ് കേട്ടോ. ഇത് 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. രണ്ട് പുറവും ഫ്രൈ ആയി കിട്ടിയാൽ പിന്നെ നമുക്കിതുപോലെ തന്നെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് എല്ലാ ഭാഗവും ഒന്ന് ഗോൾഡൻ കളറാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് മൊത്തവും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. കപ്പ കൊണ്ടുണ്ടാക്കിയ സ്നാക്സാണെന്ന് പറയുകയില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റും നല്ല ക്രിസ്പിയുമാണ്. നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് കൊടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റും മീതെ നല്ല ക്രിസ്പിയുമാണ്. നമ്മൾ മരിച്ചീനിയൊക്കെ നമ്മൾ വറ്റലായിട്ട് പൊരിച്ചെടുക്കില്ലേ, അതുപോലെയുള്ള ക്രിസ്പിനെസ്സാണ് ഇതിന് കിട്ടുക. ഈ പലഹാരം എത്രത്തോളം ക്രിസ്പിനെസ് ആണെന്ന് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം. കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ് കേട്ടോ. പിന്നെ ഉള്ളിൽ നമ്മൾ തേങ്ങയും ശർക്കരയും കൂടി വെച്ച് മിക്സ് ചെയ്ത ഫില്ലിങ്സും കൂടെ നിറച്ചിരിക്കുന്നതുകൊണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഈ പലഹാരം ഒന്ന് ഉണ്ടാക്കി നോക്കുക. കപ്പ വെച്ചാണ് ഉണ്ടാക്കിയതെന്ന് ആരും പറയുകയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. കൊച്ചുമക്കൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്കെത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.